ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ഭഗൽപൂരിൽ വിതരണം ചെയ്യും. റവന്യൂ ദിനാഘോഷവും റവന്യൂ സർവേ വകുപ്പ് ജീവനക്കാർക്കുള്ള പുരസ്കാര വിതരണവും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഇന്ന് ആറളത്ത് സർവകക്ഷി യോഗം ചേരും. സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. ആരോഗ്യപൂർണമായ ജീവിതശൈലിയുടെ പ്രചാരണത്തിനായി മോഹൻലാൽ ഉൾപ്പെടെ രാജ്യത്തെ പ്രമുഖരായ 10 പേരെ നാമനിർദ്ദേശം ചെയ്ത് പ്രധാനമന്ത്രി. രഞ്ജി ട്രോഫി ഫൈനലിനായി കേരള ക്രിക്കറ്റ് ടീം നാഗ്പൂരിൽ. വിദർഭയുമായുള്ള ഫൈനൽ മറ്റന്നാൾ. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സർക്കാർ സംഘടിപ്പിക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഭോപ്പാലിൽ നിർവഹിച്ചു. ചരിത്രത്തിൽ ഇതാദ്യമായാണ് ലോകം മുഴുവൻ ഇന്ത്യയെ ശുഭപ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വരും വർഷങ്ങളിലും ഇന്ത്യ അതിവേഗം മുന്നേറുന്ന സമ്പദ് വ്യവസ്ഥയായി തുടരുമെന്നാണ് ലോകബാങ്കിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. भारत के इतिहास में ऐसा अवसर पहली बार आया है जब पूरी दुनिया भारत के लिए इतनी ऑप्टिमिस्टिक है. पिछले कुछ हफ्तों में जो कमेंट्स आए हैं वो भारत में हर इन्वेस्टर का उत्साह बढ़ाने वाले हैं. कुछ दिन पहले ही वर्ल्ड बैंक ने कहा है भारत आने वाले सालों में ऐसे ही दुनिया की फास्टेस्ट ग्रोइंग इकोनॉमी बना रहेगा. ഇന്ത്യയിലും വിദേശത്തുമുള്ള നിക്ഷേപകർ, വ്യവസായികൾ, പ്രവാസികൾ, സ്റ്റാർട്ടപ്പ് സംരംഭകർ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ഭഗൽപൂരിൽ വിതരണം ചെയ്യും. പരിപാടിയിൽ നേരിട്ടും വെർച്വലായും 2.5 കോടിയോളം കർഷകർ പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 731 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. 9.8 കോടിയിലധികം കർഷകർക്ക് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിലൂടെ 22,000 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക സഹായം ലഭിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. പ്രതിവർഷം 6,000 രൂപയാണ് 3 തുല്യ ഗഡുക്കളായി കർഷകർക്ക് ലഭിക്കുന്നത്. അമിതവണ്ണത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിനും ഭക്ഷ്യ എണ്ണയുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിനുമായി സിനിമാ താരം മോഹൻലാൽ ഉൾപ്പെടെ 10 പേരെ നാമനിർദ്ദേശം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ ജനങ്ങളുമായി മൻ കി ബാത്തിലൂടെ സംവദിച്ച പ്രധാനമന്ത്രി ഉറച്ചതും ആരോഗ്യമുള്ളതുമായ രാഷ്ട്ര നിർമ്മാണത്തിന് ഭക്ഷണശീലങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഭാവി കൂടുതൽ രോഗരഹിതമാക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. വ്യവസായി ആനന്ദ് മഹീന്ദ്ര, ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരും പട്ടികയിൽ ഉൾപ്പെടുന്നു. സംസ്ഥാനത്തെ ഈ വർഷത്തെ റവന്യൂ ദിനാഘോഷവും റവന്യൂ സർവേ വകുപ്പ് ജീവനക്കാർക്കുള്ള പുരസ്കാര വിതരണവും ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. കേരളത്തിലെ റവന്യൂ ഭരണത്തിന്റെ അടിസ്ഥാന രേഖയായി കരുതുന്ന 1886 ഫെബ്രുവരി 24 തിരുവിതാംകൂർ സെറ്റിൽമെന്റ് വിളംബരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി 24 റവന്യൂ ദിനമായി ആചരിക്കുന്നത്. കണ്ണൂർ ആറളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വൈകുന്നേരം സംസ്കരിക്കും. അതിനിടെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കണ്ണൂർ കളക്ടറേറ്റിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങളുടെ യോഗം കണ്ണൂർ കളക്ടറേറ്റിൽ ആരംഭിച്ചു. ആറളത്ത് അടിയന്തരമായി ആരംഭിക്കേണ്ടുന്ന നടപടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യുമെന്നാണ് സൂചന. വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ആറളം പഞ്ചായത്ത് ഓഫീസിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊള്ളുമെന്നാണ് വിവരം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസും ബിജെപിയും ആറളം പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു. വാഹനങ്ങൾ അങ്ങിങ്ങ് ഓടുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിച്ചു. രാവിലെ രാജ്ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. സമകാലിക വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തതായാണ് സൂചന. തലശ്ശേരി പൊന്ന്യം ഏഴരക്കണ്ടത്തിൽ ആരംഭിച്ച പൊന്ന്യത്തങ്കത്തോടനുബന്ധിച്ച് നാളെ നടക്കുന്ന പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കും. പുതിയ തലമുറയിലേക്ക് കളരിപ്പയറ്റിന്റെ ചരിത്രവും സംസ്കാരവും പകർന്നു നൽകുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ മാസം 27 വരെയാണ് പൊന്ന്യത്തങ്കം നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡ് ഉൾപ്പെടെ സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതിരഞ്ഞെടുപ്പ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് സമാപിക്കും. വോട്ടെണ്ണൽ നാളെ നടക്കും. ഇൻവെസ്റ്റ് കേരളം ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ നിലവിൽ 1.52 ലക്ഷം കോടി രൂപയ്ക്ക് പുറമെ കൂടുതൽ നിക്ഷേപകർ നിക്ഷേപത്തിന് താൽപര്യം അറിയിച്ച സാഹചര്യത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ താൽപര്യ പത്രങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് മന്ത്രി പി രാജീവ്. നിയമപരമായി നടത്താവുന്ന എല്ലാ വ്യവസായങ്ങൾക്കും പിന്തുണ നൽകുമെന്നും പദ്ധതികൾക്കുള്ള അവതരണാനുമതി വേഗത്തിലാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറിതല കമ്മിറ്റി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 50 കോടിക്ക് മുകളിലുള്ള നിക്ഷേപങ്ങളെയും അതിന് താഴെയുള്ളവയെയും 7 മേഖലകളായി തിരിച്ചായിരിക്കും പരിശോധന. പത്തനംതിട്ട ജില്ലയിൽ ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ മണ്ഡലങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്കായി 43.5 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. കിഫ്ബി ഫണ്ടിലെ 17.75 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റാന്നി മഠത്തുംചാൽ മുക്കൂട്ടുതറ റോഡിന്റെ രണ്ടാംഘട്ട നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. റാന്നി വലിയകാവ് റിസർവ് റോഡിന് 10 കോടി, തിരുവല്ല കുമ്പഴ റോഡ്, മരുതൂർക്കടവ് വൺ വേ ട്രാഫിക് റോഡ് എന്നിവയുടെ നവീകരണത്തിന് 10.5 കോടി രൂപ. സംസ്ഥാനത്ത് ആകെ 356.97 കോടി രൂപയാണ് ഇത്തവണ ശബരിമല പാക്കേജിൽ അനുവദിച്ചത്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കഥാഗതി 2025 നാളെ നടക്കും. അഖില കേരള യുവ സാഹിത്യ മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കഥാകൃത്തുക്കൾക്കായുള്ള ചെറുകഥാ ശില്പശാലയാണ് നാളെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മാന്നാനം കുര്യാക്കോസ് ഏലിയാസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 ശില്പശാല ആരംഭിക്കും. ലോക ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സ് അടുത്ത മാസം 1 മുതൽ 4 വരെ മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലും ജിയോ വേൾഡ് ഗാർഡൻസിലുമായി നടക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടിയുടെ ഭാഗമായി AI അവതാർ ക്രിയേറ്റർ ചലഞ്ച്, കോമിക്സ് ക്രിയേറ്റർ ചാമ്പ്യൻഷിപ്പ്, ട്രെയിലർ നിർമ്മാണ മത്സരം, ആനിമെ മൻഗ മത്സരങ്ങൾ, പ്രൊമോ വീഡിയോ ചലഞ്ച് തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നൂതനാശയങ്ങളെയും സർഗ്ഗപ്രതിഭകളെയും ആധുനിക സാങ്കേതിക വിദ്യകളെയും പ്രോത്സാഹിപ്പിക്കുവാനും കഥാകഥന ശൈലിയെ പുതുതലമുറ രീതികൾ പരിചയപ്പെടാനും വേവ്സ് വേദിയൊരുക്കും. നാഗ്പൂരിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിൽ കേരളം വിദർഭയുമായി ഏറ്റുമുട്ടും. ഇന്നലെ നാഗ്പൂരിൽ എത്തിയ കേരള ടീം ഇന്നും നാളെയും പരിശീലനത്തിന് ഇറങ്ങും. ചരിത്രത്തിൽ ആദ്യമായാണ് കേരളം രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈയെ സെമിയിൽ പരാജയപ്പെടുത്തിയതിന്റെ ആവേശവുമായി തുടർച്ചയായി 2ാം വട്ടമാണ് രഞ്ജി ട്രോഫിയുടെ കലാശപ്പോരിന് വിദർഭ യോഗ്യത നേടിയത്. രഞ്ജിയിൽ ഈ സീസണിലെ ഏറ്റവും കരുത്തരായ ടീമാണ് വിദർഭ. അതേസമയം സൽമാൻ നിസാർ, അസ്റുദ്ദീൻ, രോഹൻ കുന്നമ്മൽ എന്നിവരുടെ ബാറ്റിംഗ് കരുത്തും ജലജ് സക്സേന, ആദിത്യ സർവാദെ, MD നിതീഷ് എന്നിവരുടെ ബൌളിംഗ് മികവും തുടർന്നാൽ കിരീടം നേടാനാകും എന്ന പ്രതീക്ഷയിലാണ് കേരള ടീം. അടുത്ത മാസം 2 വരെയാണ് മത്സരം. ടെലിവിഷൻ ചർച്ചയ്ക്കിടെ മതവിദ്വേഷ പരാമർശം നടത്തി എന്ന കേസിൽ BJP നേതാവ് PC ജോർജ് കോടതിയിൽ കീഴടങ്ങി. ഈരാറ്റുപേട്ട മുനിസിഫ് കോടതിയിലാണ് കീഴടങ്ങിയത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് കീഴടങ്ങിയത്. ജനുവരി 6-ന് ഒരു ചാനൽ ചർച്ചയിൽ PC ജോർജ് നടത്തിയ പരാമർശത്തിനെതിരെ യൂത്ത് ലീഗാണ് പരാതി നൽകിയത്. സംസ്ഥാനത്തെ ആശാവർക്കർമാരിൽ അമിത ജോലിഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 മാസത്തെ ഓണറേറിയം കുടിശ്ശികയാണെന്നും സർക്കാർ ആശമാരുടെ ആവശ്യം അവഗണിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കണ്ണൂർ കൂത്തുപറമ്പ് വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് ഇന്ന് നിർവഹിക്കും. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളുടെ പുനഃചംക്രമണമാണ് യൂണിറ്റിൽ നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ഭഗൽപൂരിൽ വിതരണം ചെയ്യും. റവന്യൂ ദിനാഘോഷവും റവന്യൂ സർവേ വകുപ്പ് ജീവനക്കാർക്കുള്ള പുരസ്കാര വിതരണവും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വനമന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഇന്ന് ആറളത്ത് സർവകക്ഷി യോഗം ചേരും. സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ നാളെ. ആരോഗ്യപൂർണ്ണമായ ജീവിതശൈലിയുടെ പ്രചാരണത്തിനായി മോഹൻലാൽ ഉൾപ്പെടെ രാജ്യത്തെ പ്രമുഖരായ 10 പേരെ നാമനിർദ്ദേശം ചെയ്ത് പ്രധാനമന്ത്രി. രഞ്ജി ട്രോഫി ഫൈനലിനായി കേരള ക്രിക്കറ്റ് ടീം നാഗ്പൂരിൽ വിദർഭയുമായുള്ള ഫൈനൽ മറ്റന്നാൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.